വീണ്ടും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ സ്വത്ത് അസാധാരണമാം വിധം വർദ്ധിച്ചതായി കണക്കുകൾ. ഇതനുസരിച്ച് 2009-2014 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വർദ്ധിച്ചത് കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗ് പ്രതിനിധിയുടേതാണ്. 2081% വർധനവാണ് ഉണ്ടായത്. രാജ്യത്താകെ CPIM അംഗങ്ങളുടേത് 11%, കോൺഗ്രസ് അംഗങ്ങളുടേത് 109%, BJP അംഗങ്ങളുടേത് 140% വർദ്ധിച്ചു. അതേസമയം പി കരുണാകരന്റെയും KV തോമസിന്റെയും സ്വത്തുക്കൾ കുറഞ്ഞതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. സിറ്റിംഗ് എംപിമാർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നത് അവരുടെ വർദ്ധിച്ച ജനപിന്തുണയുടെ സൂചനയാണ്. എന്നാൽ 5 വർഷക്കാലം ജനപിന്തുണ മാത്രമല്ല, ഭൂരിപക്ഷം പേർക്കും സ്വത്തും അസാധാരണമാം വിധം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക്കിന്റെ പഠനം ഇതിനുള്ള തെളിവാണ്. ഇതനുസരിച്ച് 15ാം ലോക്സഭയിൽ നിന്നും 16ാം ലോക്സഭയിലേക്ക് എത്തിയ അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വർദ്ധിച്ചത് കേരളത്തിൽ നിന്നുള്ള ET മുഹമ്മദ് ബഷീറിന്റേതാണ്. 2081% ആസ്തി മുസ്ലിം ലീഗ് അംഗത്തിന് ഇക്കാലയളവിൽ വർദ്ധിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് 702%, PK ബിജു 601%, MK രാഘവൻ 337%, MP രാജേഷ് 323%, ആന്റോ ആന്റണി 280%, KC വേണുഗോപാൽ 264%, A സമ്പത്ത് 98%, ശശി തരൂർ 8% എന്നിങ്ങനെയാണ് സ്വത്ത് വർദ്ധിച്ചത്. 15ാം ലോക്സഭയിൽ അംഗമായിരുന്ന കേരളത്തിൽ നിന്നുള്ള 2 അംഗങ്ങൾക്ക് 16ാം ലോക്സഭയിലെത്തിയപ്പോൾ സ്വത്ത് കുറഞ്ഞതും ശ്രദ്ധേയമാണ്. പി കരുണാകരന് 71%, KV തോമസിന് 21% സ്വത്ത് കുറഞ്ഞു. ദേശീയ നേതാക്കളിൽ സോണിയാഗാന്ധിയുടെ സ്വത്ത് 573%, രാഹുൽ ഗാന്ധിയുടെ സ്വത്ത് 304%, LK അദ്വാനിയുടേത് 114%, മുരളി മനോഹർ ജോഷിയുടേത് 44% വർദ്ധിച്ചു. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി.